നമസ്കാരം, ഫിലിം ന്യൂസിലേക്ക് സ്വാഗതം. മോഹൻലാൽ നായകനായ എമ്പുരാന്റെ റിലീസിന് ശേഷം മമ്മൂട്ടി ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂക്ക തിയേറ്ററുകളിൽ റിലീസിനെത്തിയിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷകളുള്ള സിനിമ നവാഗതനായ ഡിനോ ഡെന്നീസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി നായകനാവുന്ന മറ്റൊരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ബസൂക്ക. ആന്റണി ജോൺ എന്ന എത്തിക്കൽ ഹാക്കറും ബിസിനസ്സുകാരനുമായ കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. തമിഴിലെ പ്രമുഖ സംവിധായകനും എഴുത്തുകാരനുമായ ഗൗതം വസുദേവ മേനോനാണ് ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഏപ്രിൽ 10 ലോകമെമ്പാടും ഒരുമിച്ചാണ് ബസൂക്കയുടെ റിലീസ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഷോ തുടങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ ചിത്രത്തെക്കുറിച്ചുള്ള ഓഡിയൻസ് റിവ്യൂ പുറത്തു വന്നിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടെ മമ്മൂട്ടി ചിത്രം കാണാനെത്തിയത് ആയിരക്കണക്കിന് ആളുകളാണ്. ചെണ്ടമേളവും ആരവും ഒക്കെ ആയിട്ടാണ് ആരാധകർ സിനിമയെ സ്വീകരിച്ചത്. രാവിലെ 9 മണിക്കായിരുന്നു ആദ്യ ഷോ. അവധിക്കാലമായതുകൊണ്ട് കുടുംബസമേതമാണ് പലരും സിനിമ കാണാനെത്തിയത്. ബസൂക്കയുടെ ആദ്യ പകുതി ത്രില്ലടിപ്പിക്കുന്ന എക്സ്പീരിയൻസ് നൽകിയെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം. ആദ്യ ഷോ ഫുള്ളായിരുന്നു. ചിത്രം കാണാൻ തിരക്ക് കൂടുന്നുവെന്നാണ് തിയേറ്ററുകളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. നരേഷനായി കഥ പറഞ്ഞാണ് സിനിമ പോകുന്നത്. മലയാളത്തിൽ പുതുമയുള്ള രീതിയിലാണ് ചിത്രം എടുത്തിരിക്കുന്നത്. അത്യുഗ്രൻ മേക്കിംഗ് ആണ്. ക്യാമറയും BGM-ഉം ബൈക്കിലുമുള്ള സംഘട്ടനവും ഒക്കെ കിടിലനാണ്. ഇന്റർവെൽ പഞ്ചാണ് എടുത്തു പറയേണ്ടത്. വലിയ ക്രൈമോ മറ്റു കാര്യങ്ങളോ ഇല്ലെങ്കിലും എല്ലാ പ്രേക്ഷകർക്കും ഒരുപോലെ ഇരുന്ന് കാണാൻ സാധിക്കും. മലയാളത്തിൽ ഇതുവരെ ഇറങ്ങാത്ത തരം സിനിമയാണ് ബസൂക്ക. നേരത്തെ മമ്മൂട്ടിയും ഇക്കാര്യം പറഞ്ഞിരുന്നു. പതിവ് തെറ്റിയില്ല. ആളും ആരവവും കാടിളക്കിയുള്ള പ്രചാരണ കോലാഹലങ്ങളും ഇല്ലാതെ എത്തിയ ബസൂക്ക എന്ന ഒറ്റക്കുതിര തേരോട്ടം തുടങ്ങിയിരിക്കുകയാണ്. ഇത് മമ്മൂട്ടി യുഗം തന്നെയെന്ന് ഉറപ്പിച്ചു. സംശയലേശം പറയാം, ബസൂക്ക ഒരു ബമ്പൻ ഹിറ്റടിച്ചിരിക്കും. മമ്മൂട്ടിയുടെ വമ്പൻ ആക്ഷൻ പടം. അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്ഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം പോലൊരു സിനിമയാണിത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് പറയേണ്ടതാണ്. തുടക്കം മുതൽ അവസാനം വരെയുള്ള BGM പടത്തിന് നല്ലതുപോലെ ചേരും. മമ്മൂട്ടിയുടെ ഫൈറ്റും സൂപ്പറായി. ഇത് മമ്മൂട്ടി ശരിക്കും കത്തിക്കും. സ്റ്റൈലിഷ് ലുക്കിലൊക്കെ വന്നു പോകുന്നത് കാണാൻ ഒരു രക്ഷയുമില്ല. യുവാക്കൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയാണ് കഥ പോകുന്നത്. മേക്കിംഗ് ആണ് പടത്തിന്റെ ഹൈലൈറ്റ്. മമ്മൂക്കയെ എങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ചോ അതിന്റെ അങ്ങേയറ്റം ലെവലിലാണ് പടം പോയിരിക്കുന്നത്. തിയേറ്ററിൽ പോയി തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ് ബസൂക്ക. വൗ ഫാക്ടറിൽ ഇൻട്രോ കൊണ്ട് നിർത്തി. മമ്മൂക്കയുടെ എൻട്രി, ക്ലോസ് ഷോട്ടുകൾ തുടങ്ങി പ്രേക്ഷകർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കേണ്ട വൗ ഫാക്ടറുള്ള നിരവധി സീനുകളുണ്ട്. എമ്പുരാൻ പോലെ തിയേറ്ററുകളിൽ ബസൂക്ക കൊടുങ്കാറ്റ് വീശിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കുറ്റം പറയാൻ മാത്രം ഇതിൽ ഒന്നുമില്ലെന്നും തുടങ്ങി ആദ്യ ഷോ കഴിഞ്ഞ ശേഷം സിനിമയ്ക്ക് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. ഫിലിം ന്യൂസ് അവസാനിക്കുന്നു. മറ്റ് സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.